പ്രവാസി ചാനൽ eMalayali.comന്റെ ഏറ്റവും പുതിയ വാർത്താധിഷ്ഠിത പരിപാടി അറൗണ്ട് ദ വേൾഡിലേക്ക് പ്രവാസി ചാനൽ eMalayaliയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് സ്വാഗതം. നോക്കാം ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. സംഘർഷ മേഖലയിൽ മാനുഷിക പരിഗണന വേണം, വാൻസിനോട് മാർപ്പാപ്പ. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക ശ്രമിക്കുന്ന വാർത്തകൾക്കിടയിലാണ് മാർപ്പാപ്പയും JD വാൻസും വത്തിക്കാനിൽ കണ്ടുമുട്ടിയത്. വിസ നിയമം കടുപ്പിച്ച ട്രംപ്. ഭാവിയിൽ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്നതിന് സ്ഥിരമായ വിലക്ക്. വിസ ഉടമകൾക്ക് പുതിയ മുന്നറിയിപ്പ് നൽകി ഇന്ത്യയിലെ US എംബസി. സൗദിയിലെ പ്രവാസി വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സംവിധാനങ്ങൾ ഒരുക്കുക എന്ന ആവശ്യവുമായി നവയുഗം ദല്ല മേഖലാ സമ്മേളനം നടന്നു. UK-യിൽ PR മാനദണ്ഡങ്ങൾ കർശനമാക്കുന്നു. സ്ഥിര താമസത്തിന് ഇനി 10 വർഷം. ഏറ്റവും കൂടുതൽ ബാധിക്കുക ഇന്ത്യക്കാരെ. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് ചിക്കാഗോയിൽ വൻപിച്ച സ്വീകരണം. ചിക്കാഗോ ലീഡേഴ്സ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. ബഹ്റൈനിലെ ആലപ്പുഴ ജില്ലക്കാരുടെ കൂട്ടായ്മയായ ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ അന്താരാഷ്ട്ര തൊഴിലാളി ദിനവും നഴ്സസ് ദിനവും ആഘോഷിച്ചു. ഭക്ഷ്യവിതരണ കമ്പനിയായ ഡോർഡാഷിനെ $2.5 മില്യൺ വഞ്ചിക്കാൻ ഗൂഢാലോചന. US-ൽ കുറ്റസമ്മതം നടത്തി ഇന്ത്യൻ വംശജൻ. സംഘർഷ മേഖലയിൽ മാനുഷിക പരിഗണന വേണം, വാൻസിനോട് മാർപ്പാപ്പ. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക ശ്രമിക്കുന്ന വാർത്തകൾക്കിടയിലാണ് മാർപ്പാപ്പയും JD വാൻസും വത്തിക്കാനിൽ കണ്ടുമുട്ടിയത്. സംഘർഷ മേഖലകളിൽ മാനുഷിക പരിഗണന വേണമെന്നും രാജ്യാന്തര നിയമങ്ങൾ പാലിക്കണമെന്നും ലിയോ 14 മാർപ്പാപ്പ US വൈസ് പ്രസിഡന്റ് JD വാൻസിനോട് ആവശ്യപ്പെട്ടു. രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും വത്തിക്കാനിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പങ്കെടുത്തു. US-ൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ കൂടിയായ അദ്ദേഹത്തെ അമേരിക്ക സന്ദർശിക്കാൻ വാൻസ് ക്ഷണിച്ചു. യുക്രൈൻ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ US നടത്തുന്ന ശ്രമങ്ങൾക്കിടെ വാൻസ് മാർപ്പാപ്പ കൂടിക്കാഴ്ച ഏറെ പ്രതീക്ഷകളോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. UK-യിൽ PR മാനദണ്ഡങ്ങൾ കർശനമാക്കുന്നു. സ്ഥിര താമസത്തിന് ഇനി 10 വർഷം. ഏറ്റവും കൂടുതൽ ബാധിക്കുക ഇന്ത്യക്കാരെ. സ്ഥിര താമസക്കാരായി കുടിയേറ്റക്കാരെ ആവശ്യമില്ലെന്ന് സൂചിപ്പിച്ച് UK. സ്ഥിര താമസത്തിനായി അപേക്ഷിക്കുന്നവരുടെ കാത്തിരിപ്പ് സമയം 5 വർഷത്തിൽ നിന്ന് 10 വർഷമായി ഇരട്ടിയാക്കുന്നതുൾപ്പെടെയുള്ള കർശനമായ പുതിയ നയ നടപടികൾക്കൊരുങ്ങി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. കുടിയേറ്റ ധവളപത്രം പാർലമെന്റിൽ അവതരിപ്പിക്കും മുൻപ് കഴിഞ്ഞ തിങ്കളാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പുതിയ നയങ്ങൾ സംബന്ധിച്ച സൂചന നൽകിയത്. 5 വർഷത്തേക്ക് UK-യിൽ താമസിക്കുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെ ഏതൊരാൾക്കും സ്വാഭാവികമായി പൗരത്വം നൽകുന്ന സംവിധാനം അവസാനിപ്പിക്കും. ഡോക്ടർമാർ, നഴ്സുമാർ, എഞ്ചിനീയർമാർ തുടങ്ങിയ മികച്ച യോഗ്യതയും കഴിവുമുള്ളവർക്കും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കാര്യമായ സംഭാവന ചെയ്യാൻ കഴിയുന്നവർക്കുമാണ് വേഗം പൗരത്വം നൽകുക. കുടിയേറ്റക്കാർക്ക് ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം കൂടുതൽ കർശനമാക്കുമെന്നും പുതിയ നയത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഇനി 10 വർഷമായി UK-യിൽ താമസിക്കുന്നവർക്ക് മാത്രമേ സ്ഥിര താമസത്തിനായി അപേക്ഷിക്കാൻ കഴിയൂ. എല്ലാ വർഷവും UK-യിൽ എത്തുന്ന ഏറ്റവും വലിയ പ്രൊഫഷണലുകളുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ്മയായ ഇന്ത്യൻ പൗരന്മാരെ ഈ നീക്കം കാര്യമായി ബാധിക്കുമെന്നാണ് കരുതുന്നത്. ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കനുസരിച്ച് 2023-ൽ UK-യിലേക്കുള്ള ഏറ്റവും വലിയ കുടിയേറ്റക്കാരായിരുന്നു ഇന്ത്യക്കാർ. ഏകദേശം 2.5 ലക്ഷം പേർ പ്രധാനമായും ജോലിക്കും വിദ്യാഭ്യാസ അവസരങ്ങൾക്കുമായി രാജ്യത്തെത്തി. BBC-യുടെ റിപ്പോർട്ട് പ്രകാരം കുടിയേറ്റക്കാർ അനിശ്ചിതമായി UK-യിൽ താമസിക്കാനുള്ള അവകാശത്തിനോ സാങ്കേതികമായി ലീവ് ടു റിമെയിൻ എന്നറിയപ്പെടുന്നതിനോ അപേക്ഷിക്കുന്നതിന് മുൻപ് 10 വർഷം UK-യിൽ താമസിക്കേണ്ടി വരും. വിസ നിയമം കടുപ്പിച്ച ട്രംപ്. ഭാവിയിൽ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്നതിന് സ്ഥിരമായ വിലക്ക്. വിസ ഉടമകൾക്ക് പുതിയ മുന്നറിയിപ്പ് നൽകി ഇന്ത്യയിലെ US എംബസി. വിസ കാലാവധി കഴിഞ്ഞും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് നാടുകടത്തലും സ്ഥിരമായ യാത്രാ നിരോധനവും ഏർപ്പെടുത്തുമെന്ന് മുന്നറിയിപ്പുമായി US-ലെ ഇന്ത്യൻ എംബസി. അനധികൃത കുടിയേറ്റത്തിനെതിരായ ഡൊണാൾഡ് ട്രംപിന്റെ ശക്തമായ നടപടിയെ തുടർന്നാണ് പ്രഖ്യാപനം. ജോലി, വിദ്യാർത്ഥി, ടൂറിസ്റ്റ് വിസ ഉടമകൾക്കെല്ലാം ഈ മുന്നറിയിപ്പ് ബാധകമാണ്. US-ൽ 30 ദിവസത്തിൽ കൂടുതൽ താമസിക്കുന്ന എല്ലാ വിദേശികളും നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണമെന്ന പുതിയ നിയമം ഉൾപ്പെടെയുള്ള കർശനമായ ചട്ടങ്ങളും ട്രംപ് ഭരണകൂടം നടപ്പാക്കി വരുന്നു. അടുത്തിടെ 2 ഇന്ത്യൻ പൗരന്മാരെ നാടുകടത്തിയ സംഭവം വർദ്ധിച്ചു വരുന്ന നിയമനിർവഹണത്തിന്റെ സൂചന നൽകുന്നു. I-94 ഫോമിൽ രേഖപ്പെടുത്തിയിട്ടുള്ള തീയതി ശ്രദ്ധിക്കുകയും അതിനു മുൻപ് തന്നെ രാജ്യം വിടുകയും ചെയ്യണമെന്നും ഔദ്യോഗിക സൈറ്റിലൂടെ എംബസി അറിയിച്ചിട്ടുണ്ട്.
വിസയുടെ കാലാവധി കഴിഞ്ഞ് ഒരു ദിവസം പോലും അധികം US-ൽ താമസിക്കരുതെന്നും അങ്ങനെയുണ്ടായാൽ നാടുകടത്തൽ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും എംബസി തങ്ങളുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചു. അനധികൃത കുടിയേറ്റം തടയുന്നതിനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ മുന്നറിയിപ്പ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ US-ൽ മതിയായ രേഖകളില്ലാതെ കഴിയുന്ന 7 ലക്ഷത്തിലധികം ഇന്ത്യക്കാർക്ക് ഇത് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. നാടുകടത്തപ്പെടുന്നവർക്ക് ഭാവിയിൽ US വിസ ലഭിക്കാനുള്ള സാധ്യതയും കുറവായിരിക്കും. പ്രവാസി ചാനൽ eMalayali.com അറൗണ്ട് ദി വേൾഡിൽ ഒരിടവേള. We will be right back after a short break. Welcome back to Around the World. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് ചിക്കാഗോയിൽ വൻപിച്ച സ്വീകരണം. ചിക്കാഗോ ലീഡേഴ്സ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. ജോസ് മണക്കാട് പരിപാടികൾക്ക് ചുക്കാൻ പിടിച്ചു. ഇപ്പോൾ AICC മഹാരാഷ്ട്രയുടെ ചുമതലയുള്ളതും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമാണ് രമേശ് ചെന്നിത്തല. കാരണം നിങ്ങളൊക്കെ വളരെ വർഷങ്ങളായി കേരളം വിട്ട് ഇവിടെ വന്ന് ജീവിക്കുന്നവരാണ്, ജീവിതം കണ്ടെത്തിയിട്ടുള്ളവരാണ്. പക്ഷെ എന്നാൽ പോലും കേരളത്തെ ഓർക്കുകയും കേരളത്തിൻ്റെ മഹിമയെയും പാരമ്പര്യത്തെയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ചിക്കാഗോയിലെ സെയിന്റ് മേരീസ് ജ്ഞാനായ കാത്തോലിക് ഇടവക ഓഡിറ്റോറിയത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. ചിക്കാഗോയിലെ നിരവധി പ്രമുഖരും പ്രവാസി കോൺഗ്രസ് പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. അമേരിക്കയിലെ ഏറ്റവും പുരാതനമായ മലയാളി സംഘടന കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്കിന്റെ 2025 വാർഷിക പ്രവർത്തനോദ്ഘാടനവും വിഷു ഈസ്റ്റർ ആഘോഷവും വർണ്ണോജ്വലമായി നടന്നു. ഫ്ലോറൽ പാർക്കിലുള്ള ടൈസൺ സെന്റർ ഓഡിറ്റോറിയത്തിൽ വച്ച് കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ സമാജത്തിന്റെ മുൻ പ്രസിഡന്റുമാർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. സമാജം പ്രസിഡന്റ് സജി എബ്രഹാമിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഈസ്റ്റർ ആശംസ നേരുന്നതിനും വിഷു ആശംസ നേരുന്നതിനും പ്രത്യേകം ക്ഷണിക്കപ്പെട്ട വിശിഷ്ട വ്യക്തികളും പങ്കെടുത്തു. പതിവിലുള്ള പരിപാടികളിൽ നിന്നും വ്യത്യസ്തമായി മുൻ പ്രസിഡന്റുമാരെ കോർത്തിണക്കി പുതിയതായി രൂപീകരിക്കപ്പെട്ട പ്രസിഡന്റ്സ് ഫോറത്തിന്റെ ഉദ്ഘാടനം ശ്രദ്ധേയമായി. 52 വർഷം പൂർത്തീകരിച്ച് 53ാമത്തെ വർഷത്തിന്റെ പ്രവർത്തനത്തിന് തുടക്കമെന്നോണം സമാജത്തിന്റെ വളർച്ചയ്ക്കും ഇന്നത്തെ നിലയിൽ എത്തുന്ന രീതിയിൽ സംഘടനയെ നേരായ പാതയിൽ നയിച്ചതിനും പ്രധാന പങ്ക് വഹിച്ച മുൻ വർഷങ്ങളിലെ പ്രസിഡന്റുമാരെ ഓരോരുത്തരെയും സ്റ്റേജിലേക്ക് വിളിച്ച് അവരെ ആദരിച്ചതും വികാര നിർഭരമായ മുഹൂർത്തങ്ങൾക്കാണ് വഴിയൊരുക്കിയത്. സമാജം സെക്രട്ടറി മാത്തുക്കുട്ടി ഈശോ ചടങ്ങിൽ പങ്കെടുത്ത ഏവരെയും യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. ഏപ്രിൽ 21 ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞ ആഗോള കത്തോലിക്ക സഭയുടെ നാഥനും ലാളിത്യത്തിന്റെയും ലോക നന്മയുടെയും പ്രതീകവുമായ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓർമ്മകൾക്ക് മുൻപിലും ഏപ്രിൽ 22 കശ്മീരിലെ പഹൽഗാമിൽ ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വിനോദസഞ്ചാരികളായിരുന്ന നമ്മുടെ സഹോദരങ്ങളുടെ വേർപാടിന്റെ ദുഃഖത്തിലും സമാജത്തിന്റെ വിവിധ പദവികളിൽ സേവനം അനുഷ്ഠിച്ചതും നമ്മിൽ നിന്ന് വേർപെട്ടുപോയതുമായ മുൻ നേതാക്കളുടെ നിസ്വാർത്ഥ സേവനങ്ങളുടെയും സ്നേഹത്തിന്റെയും ഓർമ്മകളിൽ പ്രണാമം അർപ്പിച്ചും അനുശോചനം രേഖപ്പെടുത്തിയും എല്ലാവരും എഴുന്നേറ്റ് നിന്ന് മൗന പ്രാർത്ഥനയോടെ ആദരവ് പ്രകടിപ്പിച്ചു. സമാജത്തിന്റെ 2025 ഔദ്യോഗിക ചുമതലക്കാരുടെ സാന്നിധ്യത്തിൽ പ്രതിനിധിയായി പ്രസിഡന്റ് സജി എബ്രഹാം, ട്രസ്റ്റി ബോർഡ് അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ബോർഡ് ചെയർമാൻ വിൻസെന്റ് സിറിയക്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ പ്രതിനിധിയായി ലീല മാരേറ്റ്, മുൻ പ്രസിഡന്റുമാരുടെ സാന്നിധ്യത്തിൽ പ്രതിനിധിയായി പ്രഥമ പ്രസിഡന്റ് പ്രൊഫസർ ജോസഫ് ചെറുവേലിൽ, വിശിഷ്ട അതിഥികളായ ഫാദർ യേശുദാസ്, ഡോക്ടർ മധു ഭാസ്കരൻ, ഫൊക്കാനോയെ പ്രതിനിധീകരിച്ച് ജനറൽ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, ഫോമായെ പ്രതിനിധീകരിച്ച് ജോയിന്റ് സെക്രട്ടറി പോൾ പി ജോസ് എന്നിവർ നിലവിളക്ക് തിരികൾ കത്തിച്ച് പ്രകാശമാക്കിയതോടെ പ്രവർത്തനോദ്ഘാടനം നടത്തിയതായി പ്രസിഡന്റ് സജി എബ്രഹാം പ്രഖ്യാപിച്ചു. ടെക്സസിലെ ഡാലസ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലൂക്ക എന്ന സംഘടനയുടെ ചരിത്രത്തിലെ പ്രഥമ ദേശീയ ടൂർണമെന്റ് മത്സരങ്ങൾ നടന്നു. അമേരിക്കയിലെ മലയാളികൾ കായിക രംഗത്ത് ഒറ്റക്കെട്ടായി ഒന്നിച്ചുകൂടിയ ശ്രദ്ധേയമായ നവ്യാനുഭവമായി മാറി ഈ കായിക മാമാങ്കം. 2025 ഏപ്രിൽ 26-നും 27-നുമായി ടെക്സാസിലെ ഡാലസിൽ വെച്ച് നടന്ന ഈ ടൂർണമെന്റ് പിക്കിൾ ബോൾ, വോളിബോൾ തുടങ്ങി വിവിധ മത്സരങ്ങളിലൂടെ അമേരിക്കൻ മലയാളി സമൂഹത്തിന് ആവേശപൂർവമായ ഒരു കായിക മത്സരവേദിയായി മാറുകയായിരുന്നു. മത്സരം മാത്രമല്ല, സൗഹൃദം, ഐക്യം, പങ്കാളിത്തം എന്നിവയുടെ ഉത്സവമായി 2 ദിവസങ്ങൾ മലയാളികൾ കൊണ്ടാടി.
കൂടാതെ അമേരിക്കയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ മത്സരാർത്ഥികൾക്കായി സൗജന്യ താമസ സൗകര്യങ്ങൾ, ഭക്ഷണം, വിമാനത്താവളത്തിൽ നിന്നുള്ള പിക്കപ്പ് ഡ്രോപ്പ് എന്നിവ ഉൾപ്പെടുത്തി സംഘാടകർ ഒരുക്കിയ ചിട്ടയും കൃത്യതയുമാർന്ന ക്രമീകരണങ്ങളും വേദിയും പങ്കെടുത്തവരെയെല്ലാം അമ്പരപ്പിച്ചു. ഈ ടൂർണമെന്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് MLA-യും കായിക പ്രേമിയുമായ PK ബഷീർ ആയിരുന്നു. അമേരിക്കൻ മലയാളികൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു കൂട്ടായ്മ, അതായത് അമേരിക്ക എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഇന്ത്യയിലേക്കാളും ഒന്നിരട്ടി വലിപ്പമുള്ള ഒരു രാജ്യം, 51 സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിലെ എല്ലാ ആളുകൾ, എല്ലാവരും മലയാളികളായ ആളുകളൊക്കെ ഈ റുക്ക എന്ന സംഘടനയുടെ കൂട്ടായ്മയിൽ ഉണ്ട്. ചടങ്ങിൽ KMCC വേൾഡ് ട്രഷറർ UA നസീർ മുഖ്യാതിഥിയായും നന്മ തുടങ്ങി സംഘടനാ ഭാരവാഹികളും കായിക പ്രേമികളും മാധ്യമ പ്രവർത്തകരും മറ്റു മലയാളി പ്രൊഫഷണലുകളും പങ്കെടുത്തു. നന്മ ഭാരവാഹികളായ റഷീദും കമാലും ആശംസാ പ്രസംഗം നടത്തി. ചിക്കാഗോ സെന്റ് മേരീസ് ജ്ഞാനായ കാത്തോലിക്ക ഇടവകയിൽ നഴ്സസ് മിനിസ്ട്രിക്ക് ഔദ്യോഗികമായ തുടക്കം കുറിച്ചു. മെയ് 18 ഞായറാഴ്ച രാവിലെ 10 മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ സിജു മുടക്കോടിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ അനീഷ് മാവേലി പുത്തൻപുര എന്നിവരുടെ സാന്നിധ്യത്തിൽ നടത്തപ്പെട്ട യോഗത്തോടുകൂടിയാണ് നഴ്സസ് മിനിസ്ട്രിക്ക് തുടക്കമായത്. ഫാദർ സിജു മുടക്കോടിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച യോഗത്തിൽ നഴ്സസ് മിനിസ്ട്രിയുടെ ആവശ്യകതയെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ജ്ഞാനായ റീജിയണൽ നഴ്സസ് മിനിസ്ട്രിയുടെ പ്രസക്തിയെക്കുറിച്ചും ഫാദർ സിജു സംസാരിച്ചു. ദീർഘകാലം ഹോസ്പിറ്റൽ ചാപ്ലൈനായി സേവനം ചെയ്തിരുന്ന അവസരത്തിൽ രോഗികളുടെ ആരോഗ്യ കാര്യങ്ങളിലുള്ള പരിപാലനത്തോടൊപ്പം അവരുടെ ആത്മീയ കാര്യങ്ങളിലും നിർണായകമായ ഇടപെടലുകളും സഹായങ്ങളും ക്രമീകരിക്കുന്നതിൽ നഴ്സുമാർ കാണിച്ചിരുന്ന ശ്രദ്ധയും കരുതലും അദ്ദേഹം വിവരിച്ചു. നഴ്സസ് മിനിസ്ട്രിയുടെ കോർഡിനേറ്റർ ലിസി മുല്ലപ്പള്ളി നഴ്സസ് മിനിസ്ട്രിയിലൂടെ ആത്മീയമായും ജോലി സംബന്ധമായും വളരുകയും പരസ്പരം പിന്തുണയ്ക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു. ഷേർലി തോട്ടുങ്കൽ, ജൂലി കൊരട്ടിയിൽ, മാത്യൂസ് ജോസ്, ജീന കുരുട്ടുപറമ്പിൽ എന്നിവരെ ലിസി മുല്ലപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തു. ഇടവക വികാരി ഫാദർ സിജു മുടക്കോടിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ അനീഷ് മാവേലി പുത്തൻപുരെ, സെക്രട്ടറി സിസ്റ്റർ ഷാലോം, കൈക്കാരന്മാരായ സാബു കട്ടപ്പുറം, ബിനു പൂത്തുറയിൽ, ലൂക്കോസ് പൂഴിക്കുന്നേൽ, ജോർജ് മറ്റത്തിപ്പറമ്പിൽ, നിബിൻ വെട്ടിക്കാട്, പാരിഷ് കൗൺസിൽ സെക്രട്ടറി സണ്ണി മേലേടം, PRO അനിൽ മറ്റത്തിക്കുന്നേൽ എന്നിവർ മിനിസ്ട്രിയുടെ ഉദ്ഘാടന യോഗത്തിന്റെ സജ്ജീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. സൗദിയിലെ പ്രവാസി വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സംവിധാനങ്ങൾ ഒരുക്കുക എന്ന ആവശ്യവുമായി നവയുഗം ദല്ല മേഖലാ സമ്മേളനം നടന്നു. സൗദി അറേബ്യയിൽ കുടുംബമായി താമസിക്കുന്ന പ്രവാസികളുടെ കുട്ടികൾക്ക് +2 കഴിഞ്ഞാൽ പിന്നീടുള്ള തുടർ പഠനത്തിന് അവിടെ അവസരമില്ല. +2 കഴിഞ്ഞാൽ കുട്ടികളെ നാട്ടിലേക്ക് അയച്ചു പഠിപ്പിക്കുന്നതിന് പാവപ്പെട്ട പ്രവാസികൾക്ക് വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് പരിഹരിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് നവയുഗം സാംസ്കാരിക വേദി ദമ്മാം ദല്ല മേഖലാ സമ്മേളനം ഒരു പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. വിനീഷ് കുന്നുകുളം അവതരിപ്പിച്ച സമ്മേളന പ്രമേയം ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു. ഒന്നാമതായി, ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളുടെ വിദൂര പഠന കേന്ദ്രങ്ങൾ സൗദിയിൽ ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ സൗദി സർക്കാരുമായി നയതന്ത്ര തലത്തിൽ ചർച്ചകൾ നടത്തി അനുമതി നേടിയെടുക്കുക. രണ്ടാമതായി, പ്രവാസി കുട്ടികൾക്ക് നാട്ടിലെത്തി കുറഞ്ഞ ഫീസിൽ ബോർഡിംഗ് സംവിധാനത്തോടെ പഠിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങളും സംവിധാനങ്ങളും കേരളത്തിൽ ഉണ്ടാക്കുക. അതിനു പുറമെ പഠിക്കാൻ മിടുക്കരായ പാവപ്പെട്ട പ്രവാസി കുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് കൂടി ഏർപ്പെടുത്തുക. യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ നിർദ്ദേശങ്ങൾ പരിഗണിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നവയുഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ദമാം കൊതറിയ സഫ്രാൻ റെസ്റ്റോറന്റ് ഹാൾ സനു മഠത്തിൽ നഗറിൽ നടന്ന നവയുഗം ദല്ല മേഖലാ സമ്മേളനം നവയുഗം കേന്ദ്ര കമ്മിറ്റി രക്ഷാധികാരി ഷാജി മതിലകം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നന്ദകുമാർ, നിസാം, റഷീദ് പുനലൂർ, രാജൻ കായംകുളം എന്നിവർ അടങ്ങിയ പ്രിസീഡിയം ആണ് സമ്മേളന നടപടികൾ നിയന്ത്രിച്ചത്. പ്രവാസി ചാനൽ eMalayali.com അറൗണ്ട് ദി വേൾഡിൽ ഒരിടവേള. We will be right back after a short break. Welcome back to Around the World. വീട്ടുജോലിക്കാരുടെ നിയമനം ഇനി അംഗീകൃത റിക്രൂട്ടിംഗ് ഏജൻസിയിലൂടെ മാത്രം. നിർദ്ദേശങ്ങളുമായി UAE ഗവൺമെന്റ്. UAEയിൽ വീട്ടുജോലിക്കാരെ നിയമിക്കുന്നതിൽ നിർദ്ദേശങ്ങളുമായി മാനവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം. അംഗീകൃത ലൈസൻസ് ഇല്ലാത്ത റിക്രൂട്ടിംഗ് ഏജൻസികൾ വഴി വീട്ടുജോലിക്കാരെ നിയമിക്കരുതെന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും അവകാശം സംരക്ഷിക്കാൻ അംഗീകൃത റിക്രൂട്ടിംഗ് ഏജൻസിയിൽ നിന്നും മാത്രമേ വീട്ടുജോലിക്കാരെ നിയമിക്കാവൂ. അതല്ലാതെയുള്ളവ റിക്രൂട്ട്മെന്റ് അപകട സാധ്യത കൂട്ടും. ജോലിക്കാർക്കോ വീട്ടുടമയ്ക്കോ എന്തെങ്കിലും പ്രയാസം നേരിടേണ്ടി വന്നാൽ ഏജൻസിയുമായി ബന്ധപ്പെട്ട് പുതിയൊരാളെ നൽകാൻ ആവശ്യപ്പെടാം. വ്യാജ റിക്രൂട്ട്മെന്റിൽ എത്തുന്നവരുടെ മെഡിക്കൽ പരിശോധന, സ്വഭാവ പശ്ചാത്തലം എന്നിവ പരിശോധിക്കാനും സംവിധാനമില്ലെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. തൊഴിൽ കരാറില്ലാത്തതിനാൽ ഏതു സമയവും ഒളിച്ചോടാൻ ഇടയുണ്ട്. നിയമലംഘനം നടത്തിയാൽ നിയമപ്രകാരം പരാതിപ്പെടുവാനും സാധിക്കില്ല.
തൊഴിലുടമയുടെ സ്പോൺസർഷിപ്പിലാണ് വീട്ടുജോലിക്കാരെ നിയമിക്കേണ്ടത്. 2 വർഷമാണ് കരാർ കാലാവധി. അംഗീകൃത റിക്രൂട്ടിംഗ് ഏജൻസി വഴി റിക്രൂട്ട് ചെയ്തവരുടെ ജോലി തൃപ്തികരമല്ലെങ്കിൽ 6 മാസത്തെ പ്രൊബേഷൻ കാലയളവിനിടയിൽ പിരിച്ചുവിട്ട് പുതിയ തൊഴിലാളിയെ റിക്രൂട്ടിംഗ് ഏജൻസിയോട് ആവശ്യപ്പെടാം. പുതിയ ജോലിക്കാരെ റിക്രൂട്ടിംഗ് ഏജൻസി നൽകിയില്ലെങ്കിൽ കെട്ടിവെച്ച തുക വീണ്ടെടുക്കാം. ഇവർക്കെതിരെ നിയമപരമായി നീങ്ങുകയും ചെയ്യാം. ജോലിക്കാരെ വീടുകളിൽ താമസിപ്പിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും അല്ലാത്തവർക്ക് മണിക്കൂർ കണക്കാക്കിയും നൽകും. വീട്ടുജോലിക്കാരെ വേതന സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതും ശമ്പള കുടിശ്ശിക ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കുറച്ചതായും മന്ത്രാലയം പറഞ്ഞു. ബഹ്റൈനിലെ ആലപ്പുഴ ജില്ലക്കാരുടെ കൂട്ടായ്മയായ ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ അന്താരാഷ്ട്ര തൊഴിലാളി ദിനവും നഴ്സസ് ദിനവും ആഘോഷിച്ചു. അസോസിയേഷൻ അംഗങ്ങളായ ബഹ്റൈനിൽ 30 വർഷം പ്രവാസി ജീവിതം പൂർത്തിയാക്കിയ മുതിർന്ന പ്രവാസികളെയും നഴ്സുമാരെയും ആദരിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ലിജോ കൈനരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രക്ഷാധികാരി ജോർജ് അമ്പലപ്പുഴ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. യോഗത്തിൽ മുഖ്യാതിഥിയായ അൽ ഹിലാൽ സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്റർ അതില്യ ഇന്റേണൽ മെഡിസിൻ വിദഗ്ധൻ ഡോക്ടർ രാഹുൽ അബ്ബാസ് ആശംസകൾ അറിയിച്ചു. റിയാദിൽ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രാദേശിക കൂട്ടായ്മകളുടെ പൊതുവേദിയായ ഫെഡറേഷൻ ഓഫ് റീജിയണൽ അസോസിയേഷൻ അംഗത്വ കാർഡിന്റെ വിതരണോദ്ഘാടനം അൽ മദീന ഹൈപ്പർ മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ആക്ടിംഗ് വർക്കിംഗ് ചെയർമാൻ ജയൻ കൊടുങ്ങല്ലൂർ, ജനറൽ കൺവീനർ ഉമ്മർ മുക്കത്തിന് കാർഡ് അണിയിച്ചുകൊണ്ട് നിർവഹിച്ചു. 2 ഘട്ടമായിട്ടാണ് ID കാർഡ് വിതരണം നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ എല്ലാ ഭാരവാഹികൾക്കും എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കുമുള്ള കാർഡ് വിതരണമാണ് നടന്നത്. 2ാം ഘട്ടത്തിൽ അംഗസംഘടനകളുടെ 100-ൽ പരം കൗൺസിൽ മെമ്പർമാർക്കുള്ള കാർഡ് വിതരണം അടുത്ത മാസം നടക്കുമെന്ന് ആക്ടിംഗ് ചെയർമാൻ ജയൻ കൊടുങ്ങല്ലൂർ പറഞ്ഞു. ചടങ്ങിൽ അംഗത്വ കാർഡ് പ്രോഗ്രാം കൺവീനർ ജിബിൻ സമദ്, അലി ആലുവ, വിനോദ് കൃഷ്ണ, സൈഫ് കുട്ടുങ്ങൽ, ഗഫൂർ കൊയിലാണ്ടി, സൈഫ് കായംകുളം, പ്രെഡിൻ അലക്സ്, ഷാജഹാൻ ചാവക്കാട്, അഡ്വക്കേറ്റ് ജലീൽ കോഴിക്കോട്, ഷിബു ഉസ്മാൻ, KB ഷാജി, നാസർ വല്ലപ്പാട്, ഷാജഹാൻ ചാവക്കാട്, ഹാഷിഖ് വലപ്പാട്, അഷ്റഫ് തയ്യിൽ തുടങ്ങി അംഗസംഘടനകളുടെ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. റിയാദിലെ പ്രാദേശിക സംഘടനകൾക്കുള്ള ഫോർക്ക അംഗത്വ ക്യാമ്പയിനും ഇതോടൊപ്പം തുടർന്നു വരികയാണ്. പുതുതായി അംഗത്വം എടുക്കാൻ ആഗ്രഹിക്കുന്ന സംഘടനകൾ ഉണ്ടെങ്കിൽ ഫോർക്ക ഭാരവാഹികളുമായോ താഴെ കൊടുക്കുന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ഭക്ഷ്യവിതരണ കമ്പനിയായ ഡോർഡാഷിനെ $2.5 മില്യൺ വഞ്ചിക്കാൻ ഗൂഢാലോചന. US-ൽ കുറ്റസമ്മതം നടത്തി ഇന്ത്യൻ വംശജൻ. ഭക്ഷ്യവിതരണ കമ്പനിയായ ഡോർഡാഷിനെ ഏകദേശം $2.5 മില്യൺ അഥവാ 20 കോടി ഇന്ത്യൻ രൂപ തട്ടിപ്പ് നടത്തി വഞ്ചിക്കാൻ ഗൂഢാലോചന നടത്തിയ കേസിൽ കുറ്റസമ്മതം നടത്തി. ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ പറയുന്നതനുസരിച്ച് മുൻ ഡോർഡാഷ് ഡ്രൈവറായ ദേവഗിരി 2020-നും 2021-നും ഇടയിൽ മറ്റു 3 പേരുമായി ചേർന്ന് ഡോർഡാഷിന്റെ പ്ലാറ്റ്ഫോമിൽ തട്ടിപ്പ് നടത്തി. ഇയാൾ ഉപഭോക്താക്കളുടെ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് കൂടുതൽ വിലയുള്ള ഓർഡറുകൾ വ്യാജമായി നൽകുകയും തുടർന്ന് കമ്പനിയുടെ രഹസ്യ വിവരങ്ങൾ ഉപയോഗിച്ച് ഈ ഓർഡറുകൾ തന്റെ നിയന്ത്രണത്തിലുള്ള ഡ്രൈവർ അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയും ചെയ്തു. ഈ ഡ്രൈവർമാർ വ്യാജമായി ഓർഡറുകൾ ഡെലിവറി ചെയ്തതായി രേഖപ്പെടുത്തുകയും യഥാർത്ഥത്തിൽ ഡെലിവറി നടത്താത്തതിന് പണം കൈപ്പറ്റുകയും ചെയ്തു. മിനിറ്റുകൾക്കുള്ളിൽ ആവർത്തിച്ച് ഓർഡർ സ്റ്റാറ്റസുകൾ മാറ്റുന്നതിലൂടെ 100 കണക്കിന് തവണയാണ് ഇവർ ഡോർഡാഷിനെ വഞ്ചിച്ചത്. ഈ കേസിൽ ദേവഗിരിക്ക് 20 വർഷം വരെ തടവും $2.5 ലക്ഷം വരെ പിഴയും ലഭിക്കാൻ സാധ്യതയുണ്ട്. സെപ്റ്റംബർ 16-നാണ് അദ്ദേഹത്തിന്റെ അടുത്ത കോടതി വാദം കേൾക്കുന്നത്. കേസിലെ മറ്റു പ്രതികളായ മനസ്വി മന്ദഡപ്പു, ടൈലർ തോമസ്, ബോട്ടൺ ഹോൺ എന്നിവരെയും കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഡാലസ് മലയാളീസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മനോരമ ഹോർത്തു സാഹിത്യോത്സവം ഡാലസിൽ അരങ്ങേറി. മലയാള സാഹിത്യ സാംസ്കാരികതയുടെ സമന്വയമായ മനോരമ ഹോർത്തു സാഹിത്യ സാംസ്കാരികോത്സവം കേരളത്തിനു പുറത്ത് ഇതാദ്യമായാണ് ഡാലസിൽ നടക്കുന്നത്. ഭാഷയോടും മലയാള സാഹിത്യത്തോടും ആദരവും താല്പര്യവുമുള്ള അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമെത്തിയ മലയാളികൾ പങ്കെടുത്ത സൗഹൃദ സദസ്സ് മലയാള മനോരമ എഡിറ്റോറിയൽ ഡയറക്ടറും ഭാഷാപോഷിണി എഡിറ്റർ ഇൻ ചീഫുമായ ജോസ് പനച്ചിപ്പുറം ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ പ്രഭാഷകനും ക്യാൻസർ രോഗ വിദഗ്ധനും സാമൂഹ്യ സാംസ്കാരിക വിചക്ഷണനുമായ ഡോക്ടർ MV പിള്ള മുഖ്യപ്രഭാഷണം നടത്തി. എഴുത്തുകാരനും നടനും സിനിമാ നിർമ്മാതാവുമായ തമ്പി ആന്റണി തന്റെ എഴുത്തനുഭവങ്ങൾ പങ്കുവച്ചു. ഡാലസ് മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ജൂഡി ജോസ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. മനോരമ ഹോർത്തു സാംസ്കാരിക വേദിയിൽ ജോസ് പനച്ചിപ്പുറം അമേരിക്കൻ മലയാളികൾക്കായി ഡോക്ടർ MV പിള്ളയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും എഴുത്തും അമേരിക്കൻ മലയാളികൾക്ക് എന്നും പ്രചോദനമാണെന്ന് പനച്ചിപ്പുറം അഭിപ്രായപ്പെട്ടു. സാംസ്കാരിക കലാപ്രവർത്തനങ്ങളുടെ അംഗീകാരം എന്ന നിലയിൽ തമ്പി ആന്റണിയെ ജോസ് പനച്ചിപ്പുറം പൊന്നാട അണിയിച്ചു. പത്രപ്രവർത്തനത്തിന്റെ അരനൂറ്റാണ്ട് ആഘോഷിക്കുന്ന ജോസ് പനച്ചിപ്പുറത്തിനെ ആദരിക്കുന്ന ചടങ്ങും ഹോർത്തൂസ് വേദിയിൽ നടന്നു. മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ജൂഡി ജോസ് അദ്ദേഹത്തിന്റെ മലയാള ഭാഷയ്ക്കും പത്രപ്രവർത്തനത്തിനും എഴുത്തിനും നൽകിയ സമഗ്ര സംഭാവനകളെ മുൻനിർത്തി മൊമെന്റം നൽകി ആദരിച്ചു.
സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി നടന്ന സംവാദത്തിലും സ്വന്തം രചനകളുടെ അവതരണത്തിലും ജോജോ കോട്ടയ്ക്കൽ, ബാബു ചിറയൽ, മാർട്ടിൻ ജോസഫ്, മധു, ബിനു കല്ലുങ്കൽ, എബ്രഹാം ചെറിയാൻ, ജോസൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഗാനരചയിതാവും കവിയുമായ ഫാദർ ജോൺ പിച്ചാപ്പള്ളി, കലാവേദി ചെയർമാൻ സിബി ഡേവിഡ് എന്നിവരുടെ ആശംസാ വാക്കുകൾ സദസ്സിൽ വായിച്ചു. ബിനോയ് സെബാസ്റ്റ്യൻ വിശിഷ്ടാതിഥികളെ പരിചയപ്പെടുത്തി. രേഷ്മ രഞ്ജിത്ത് അവതാരകയും ഡക്സ്റ്റൺ ഫെരേര പ്രോഗ്രാം കോർഡിനേറ്ററുമായിരുന്നു. ലോകമെമ്പാടുമുള്ള വാർത്തകളും വിശേഷങ്ങളും ഉൾപ്പെടുത്തിയ പ്രവാസി ചാനൽ eMalayali.comന്റെ വാർത്താധിഷ്ഠിത പരിപാടി അറൗണ്ട് ദ വേൾഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും news@pravasi channel എന്ന ഇമെയിലിൽ ഞങ്ങളെ അറിയിക്കുക. ഞാൻ അപർണ. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.